Alhamdulillah Rabbil Alameen. Salatu wassalamu ala Rasulil Amin wa ala alihi wa sahbihi ajma'in. Amma ba'd. Assalamu alaikum wa rahmatullah. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിൽ ഒരു റിസർച്ച് ചെയ്തു. റിസർച്ചുമായി ബന്ധപ്പെട്ട് എൻ്റെ റിസർച്ച് ഗൈഡുമായി നിരന്തരമായി സംഭാഷണങ്ങളിലും സംസാരങ്ങളിലും ഏർപ്പെടാനുള്ള അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ എൻ്റെ എഴുത്തിലെ ഒരു സോക്കോൾഡ് അബദ്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, സുഹേൽ, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ? എന്താണ് ലിംഗത്വവും ലൈംഗികതയും തമ്മിലുള്ള വ്യത്യാസം? സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഐ വാസ് കൺഫ്യൂസ്ഡ്. എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? ഇപ്പം എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഇപ്പോൾ ത്രൂ ഔട്ട് ഹിസ്റ്ററി, ചരിത്രത്തിലുടനീളം സെക്സും ജെൻഡറും ഒന്നാണ് എന്ന് തന്നെയല്ലേ നമ്മളെല്ലാം മനസ്സിലാക്കി പോകുന്നത്. നമ്മുടെ എല്ലാ തിരിച്ചറിയൽ രേഖകളിൽ സെക്സും ജെൻഡറും ഇൻ്റർചേഞ്ചബിളായി തന്നെയല്ലേ ഉപയോഗിച്ച് പോന്നിട്ടുള്ളത്. പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ കാരണം? ഐ വാസ് കൺഫ്യൂസ്ഡ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സർ, വൺ ആൻഡ് ദ സെയിം തിങ്. എന്താ പ്രശ്നം? വാട്ട്സ് റോങ്? വൈ ഡു യു ഈവൻ ആസ്ക് സച്ച് ആൻ ഇറലവൻറ്റ് ക്വസ്റ്റ്യൻ? എന്തിനാണ് അത്തരം ഒരു ചോദ്യം തന്നെ ചോദിക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സി, അക്കോർഡിംഗ് ടു മോഡേൺ ജെൻഡർ തിയറി, സെക്സ് ഇസ് വാട്ട്സ് ബിറ്റ്വീൻ യുവർ ലെഗ്സ് ആൻഡ് ജെൻഡർ ഇസ് ഹൗ യു ഫീൽ ഇൻസൈഡ്. എന്താണ്? നിങ്ങളുടെ കാലെല്ലുകൾക്കിടയിലുള്ള ലൈംഗിക അവയവം എന്താണോ അതാണ് നിങ്ങളുടെ സെക്സ്. ജെൻഡർ എന്നാൽ നിങ്ങൾക്കുള്ളിൽ എന്താണോ തോന്നുന്നത് അതാണ് നിങ്ങളുടെ ജെൻഡർ. ദാറ്റ് വാസ് റിയലി കൺഫ്യൂസിങ് ടു മീ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇത്രയും നാളും അങ്ങനെയല്ലല്ലോ മനസ്സിലാക്കി പോകുന്നത്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പോൾ അദ്ദേഹം ആ പറഞ്ഞതിൽ വല്ല യാഥാർത്ഥ്യവുമുണ്ടോ, വസ്തുതയുണ്ടോ എന്നത് അറിയുവാനുള്ള ആകാംക്ഷയെ, ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വായിക്കാനുള്ള ആവേശവുമായി അങ്ങനെ ലൈബ്രറിയിൽ ചെന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ പുസ്തകങ്ങൾ പരതിയപ്പോൾ മോഡേൺ ജെൻഡർ തിയറിയുമായി ബന്ധപ്പെട്ട്, ജെൻഡർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് ഏതാനും പുസ്തകങ്ങൾ ലഭിച്ചു. അങ്ങനെ ആ വായനയിലൂടെ കടന്നു വന്ന ഒരാളാണ് ഫ്രഞ്ച് എക്സിസ്റ്റൻഷ്യലിസ്റ്റായ, സെക്കൻഡ് വേവ് ഫെമിനിസ്റ്റായ സിമോൺ ഡി ബിവോ. ജെൻഡർ ഇസ് എ സോഷ്യൽ കൺസ്ട്രക്ട്. ജെൻഡർ ഒരു സാമൂഹ്യ നിർമ്മിതിയാണ് എന്ന് പ്രധാനമായും ആദ്യമായി വാദിച്ചത് സിമോൺ ഡി ബിവോ ആണെന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ 1949 ദി സെക്കൻഡ് സെക്സ് എന്ന വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകത്തിലൂടെ അവരൊരു അവകാശവാദം മുൻപോട്ട് വയ്ക്കുകയാണ്. എന്താണ് അവകാശവാദം? വൺ ഇസ് നോട്ട് ബോൺ ബട്ട് റാദർ ബിക്കംസ് എ വുമൺ. ആരും സ്ത്രീയായി ജനിക്കുകയല്ല, എന്നാൽ അങ്ങനെ പിന്നീടായി മാറുന്നതാണ്. സ്ത്രീക്കും പുരുഷനുമിടയിൽ പരിപൂർണമായിട്ടുള്ള ഒരു ലിംഗസമത്വം, ഒരു അബ്സല്യൂട്ട് ഇക്വാളിറ്റി വേണമെന്ന് വാദിക്കണമെങ്കിൽ തീർച്ചയായും അവർക്കിടയിൽ യാതൊരുവിധ അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസങ്ങളും ഇല്ല എന്ന് തെളിയിക്കേണ്ട നിർബന്ധിതാവസ്ഥയിൽ നിന്നുമാണ് ഇത്തരം വിചിത്രമായ വാദങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്ന് നമ്മൾ വേറെ മനസ്സിലാക്കണം. എങ്കിലും ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ മാത്രമാണ് എത്രത്തോളം മനുഷ്യത്വ വിരുദ്ധമാണ് മോഡേൺ ജെൻഡർ തിയറിയുടെ ഉത്ഭവം എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. 1965 കാനഡയിലെ മാനിറ്റോബയിൽ ജാനറ്റ് റോൺ ദമ്പതികൾക്ക് ജനിച്ച ഇരട്ട സഹോദരങ്ങളാണ് ബ്രൂസും ബ്രയാനും. ഇരുവർക്കും 6 മാസം പ്രായമായപ്പോൾ ഫൈമോസിസ് എന്നൊരു അവസ്ഥയുണ്ട് എന്ന് മാതാപിതാക്കൾ തിരിച്ചറിയുന്നു. മാതാപിതാക്കൾ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോകുന്നു. പിന്നീട് ചേലാകർമ്മം ചെയ്യണം എന്നായി ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇരുവരെയും ചേലാകർമ്മം ചെയ്യാനായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. സർക്കംസീഷന് വിധേയമാക്കുന്നു. എന്നാൽ ബ്രൂസിനെ സർക്കംസൈസ് ചെയ്ത ഡോക്ടറുടെ ഒരു കയ്യബദ്ധം, അല്ലെങ്കിൽ വളരെ അശ്രദ്ധാപൂർവം, വളരെ അൺകൺവെൻഷനൽ ആയിട്ടുള്ള ഒരു രീതി ഉപയോഗിച്ചുകൊണ്ടാണ് ബ്രൂസിനെ സർക്കംസൈസ് ചെയ്തത് എന്നതുകൊണ്ട് തന്നെ ബ്രൂസിൻ്റെ ലൈംഗിക അവയവത്തിന് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ക്ഷതം സംഭവിക്കുകയും ചെയ്യുകയാണ്. വളരെ സങ്കടകരമായിട്ടുള്ളൊരവസ്ഥ. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിനിടയിലാണ് ജാനറ്റ് റോൺ ദമ്പതികൾക്ക് ഡോക്ടർ ജോൺ മണി, ബാൽട്ടിമോറിലുള്ള ജോൺ ഹോപ്കിൻസ് ആശുപത്രിയിലെ വളരെ പ്രസിദ്ധനായ സൈക്കോളജിസ്റ്റ്, അക്കാലഘട്ടത്തിലെ പ്രശസ്തനായ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ജോൺ മണിയെക്കുറിച്ച് കേൾക്കുന്നത്. എക്കോണ്ടോ? ഡോക്ടർ ജോൺ മണിയെക്കുറിച്ച് അവർ കേൾക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഇവരുടെ ദുരവസ്ഥ ബോധിപ്പിക്കുന്നു. ജോൺ മണി യഥാർത്ഥത്തിൽ സിമോൺ ഡി ബിവോറിൻ്റെയും മറ്റും
ജെൻഡർ ഇസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ് എന്ന ഒരു 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 ആശയത്തിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണെന്ന്. അപ്പോൾ വളരെ നല്ലൊരു സുവർണ അവസരമാണ് ജോൺ മണിക്ക് വീണ് കിട്ടിയിരിക്കുന്നത്. കാരണം എന്താണ്? ഇരട്ട കുട്ടികളാണ്. രണ്ട് കുട്ടികൾക്കും ജനിതകപരമായിട്ടുള്ള സാമ്യതകളുണ്ട്, ജനറ്റിക് ആയിട്ടുള്ള സിമിലാരിറ്റീസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ജെൻഡർ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്, ജെൻഡർ ഒരു സാമൂഹ്യ നിർമ്മിതിയാണ് എന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ എനിക്ക് ഈ എക്സ്പെരിമെൻറ്റിലൂടെ തെളിയിക്കാമെന്ന് ജോൺ മണി വിചാരിച്ചു. ഒരു കുട്ടിയെ ആണായിട്ടും ഒരു കുട്ടിയെ പെണ്ണായിട്ടും കണ്ടീഷൻ ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് പ്രൂവ് ചെയ്യാൻ കഴിയും. അങ്ങനെയെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് മാതാപിതാക്കളോട് പറയുന്നു. അങ്ങനെ എക്സ്പെരിമെൻറ്റുകൾ തുടങ്ങിയാണ്. അതിൻ്റെ ആദ്യ പടി എന്ന വണ്ണം ബ്രൂസിൻ്റെ പേര് ബ്രണ്ട എന്നാക്കുന്നു. അങ്ങനെ ബ്രയാനെ ബ്രയാനായിട്ടും ബ്രൂസിനെ ബ്രണ്ടയായിട്ടും കണ്ടീഷൻ ചെയ്തുകൊണ്ട് വളർത്തുകയാണ്. അങ്ങനെ നിരന്തരം ഹോർമോൺ ബ്ലോക്കേഴ്സ്, ടെസ്റ്റോസ്റ്ററോൺ ബ്ലോക്കേഴ്സ് നൽകുകയും ഈസ്ട്രജൻ കുത്തിവെക്കുകയും ചെയ്തു. എങ്കിലും ഈ പരീക്ഷണങ്ങളെല്ലാം പരാജയമായിരുന്നു എന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നത് ബ്രൂസിനും ബ്രയാനും 13 വയസ്സാകുമ്പോഴാണ്. വല്ലാത്ത ജെൻഡർ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട് വല്ലാത്ത അസ്വാസ്ഥ്യം കാണിക്കുകയും ആത്മഹത്യാ പ്രവണത കാണിക്കുകയും ചെയ്ത ബ്രൂസ് തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഒരു കാരണവശാലും ഇനി നിങ്ങൾ ഈ ഡോക്ടറെ കാണുവാൻ എന്നെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഏകദേശം 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ജാനറ്റ് റോൺ ദമ്പതികൾ തൻ്റെ മകനോട് വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്, കുറ്റസമ്മതം നടത്തുന്നത്. ഞങ്ങളോട് ക്ഷമിക്കണം, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഞങ്ങളുടെ തെറ്റല്ല, മെഡിക്കൽ എക്സ്പേർട്സ് പറഞ്ഞു അങ്ങനെ ചെയ്യണമെന്ന്, അതുകൊണ്ട് ഞങ്ങളത് ചെയ്തു, ഞങ്ങളോട് ക്ഷമിക്കണം. ബ്രൂസ് തൻ്റെ സ്വത്വത്തിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള പ്രയത്നം അവിടെ വെച്ച് തുടങ്ങുകയാണ്. ബ്രണ്ട എന്ന പേര് ഉപേക്ഷിക്കുകയും പുതിയൊരു പേരായ ഡേവിഡ് റൈമർ എന്ന പേര് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഏകദേശം 20 വയസ്സാകുന്ന സമയത്തിനിടയിൽ തന്നെ 2 പ്രാവശ്യം ബ്രൂസ് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് തന്നോടൊപ്പം പരീക്ഷണങ്ങൾക്ക് വിധേയനായ തൻ്റെ ഇരട്ട സഹോദരൻ ബ്രയാൻ കടുത്ത വിഷാദരോഗം ബാധിച്ച് മരണപ്പെടുന്നത്. എങ്കിലും പുതിയൊരു ജീവിതത്തിലേക്ക് എടുത്ത് കാൽ വെക്കാം, പുതിയൊരു ജീവിതം തുടങ്ങാം എന്ന പ്രത്യാശയോടുകൂടി ബ്രൂസ് അഥവാ ഡേവിഡ് റൈമർ 990 ജെയിൻ ഫോണ്ടെയിൻ എന്ന 3 കുട്ടികളുടെ മാതാവായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ്. എന്നാൽ ആ വൈവാഹിക ജീവിതം വിജയം കണ്ടില്ല. 2004 മെയ് 2 ഡേവിഡ് റൈമർ എന്ന ചെറുപ്പക്കാരൻ സ്വന്തം ശിരസ്സിലേക്ക് നിറയൊഴിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഡേവിഡ് റൈമറെ കുറിച്ച് ധാരാളം ഡോക്യുമെൻ്ററികളും പുസ്തകങ്ങളും നമുക്കിന്ന് ലഭ്യമാണ്. ഡേവിഡ് റൈമറെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയും നിങ്ങൾക്ക് കണ്ണുകൾ നിറഞ്ഞുകൊണ്ടല്ലാതെ കാണുവാൻ കഴിയില്ല. ഹൃദയം വിങ്ങിക്കൊണ്ടല്ലാതെ ഡേവിഡ് റൈമറെ കുറിച്ചുള്ള ഒരു പുസ്തകവും നിങ്ങൾക്ക് വായിച്ചു തീർക്കാൻ കഴിയില്ല. ഇത്രയും ക്രൂരവും പൈശാചികവുമായിട്ടുള്ള ഒരു കപടശാസ്ത്രത്തിൽ, ഒരു സ്യൂഡോ സയൻസിൽ അടിസ്ഥാനമാക്കി നിലകൊള്ളുന്ന ഒന്നാണ് മോഡേൺ ജെൻഡർ തിയറി എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇവിടെ എന്നാലും ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ഒക്കെ വളരെ മികച്ചൊരു സാധനമല്ലേ? ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ കൊണ്ടുവരുന്നത് നല്ലതല്ലേ? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ ഒരു വ്യത്യാസമില്ലാതെ വളർത്തുന്നതല്ലേ നല്ലത് എന്ന ചോദ്യങ്ങളാണ്. നമ്മൾ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തൻ്റെ ട്വിറ്ററിൽ കുറിച്ച വരികളാണിവ. എന്താണ്? പുതിയൊരു കേരളം സൃഷ്ടിച്ചെടുക്കുവാനുള്ള പണിപ്പുരയിലാണ് ഞങ്ങൾ. വി ആർ ഇൻ ദ വർക്ക്സ് ഓഫ് ക്രിയേറ്റിംഗ് എ ന്യൂ കേരള, വൺ ഡിഫൈൻഡ് ബൈ ഇക്വിറ്റി ആൻഡ് സെൻസിറ്റിവിറ്റി. To achieve this, our students should first be given access to education in a free environment, unhindered by the burden of society's heteronormative expectations. എന്താണ് പലപ്പോഴും ഈ ഹെട്രോനോമേറ്റീവ്, ക്യോനോമേറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ ഈ ജാർഗനുകൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും ഈ ജാർഗനുകൾ മനസ്സിലായി എന്ന് വരില്ല, നിർബന്ധമില്ല. എന്തുകൊണ്ടായിരിക്കാം ഇത്തരം ടെർമിനോളജീസ് ഉപയോഗിക്കുന്നത്? പൊളിറ്റിക്കൽ ഡിസ്കോഴ്സുകൾ. നിങ്ങൾ ആശുപത്രികളിൽ പോയിട്ടില്ലേ, ഹോസ്പിറ്റലുകളിൽ പോയിട്ടില്ലേ? ഡോക്ടർമാർ നമ്മുടെ മുൻപിൽ വെച്ച് തന്നെ, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മുൻപിൽ വെച്ച് തന്നെ പലപ്പോഴും ഈ മെഡിക്കൽ ടെർമിനോളജീസ് ഉപയോഗിക്കുന്ന കേൾക്കാം. ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട്, ഈ സെറ്റ് ഓഫ് ഓഡിയൻസിന് വേണ്ടി അവർ മാത്രം മനസ്സിലാക്കിയാൽ മതി എന്ന വണ്ണം ഇത്തരം ജാർഗണുകൾ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ ഡിസ്കോഴ്സുകളിൽ ഇത് ഉപയോഗിക്കുന്നതിന് ഒരു കാരണമുണ്ട്. അത് ഒബ്ഫുസ്കേഷൻ എന്നാണ് പറയുന്നത്. എന്താണ്? ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട്, ഇത് മനസ്സിലാക്കുന്ന ആളുകൾ മാത്രം മനസ്സിലാക്കിയാൽ മതി, എല്ലാവരും ഒന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല, ഈ ജാർഗണുകൾ മനസ്സിലാക്കുന്ന ആളുകൾ മാത്രം ഇവ മനസ്സിലാക്കിയാൽ മതി എന്നാണ്.
ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഒരു 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 ക്യൂർ നോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് നമ്മുടെ നാട്ടുകാരെ നമ്മുടെ ആളുകളെ എല്ലാവരെയും തള്ളിവിടാനുള്ള ഒരു ആഗോള അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ തുടക്കം എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. യു എസിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ആൻഡ് ഹെൽത്ത് സർവീസസ്, ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ആൻഡ് ഹെൽത്ത് സർവീസസിൻ്റെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അസിസ്റ്റന്റ് സെക്രട്ടറിയോട് അവിടുത്തെ സെനറ്ററായ റാൻഡ് പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് അവരെങ്ങനെയാണ് മറുപടികൾ നൽകിയത് എന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കുട്ടികളിൽ ട്രാൻസിഷനിങ് ചെയ്യാമോ വേണ്ടയോ, കുട്ടികളിൽ ട്രാൻസിഷനിങ് ചെയ്യാനുള്ള അനുവാദം നൽകണോ വേണ്ടയോ എന്ന് പോലും അല്ല ചോദിക്കുന്നത്. മാതാപിതാക്കൾ വിസമ്മതിച്ചാൽ പോലും, പേരൻസിൻ്റെ കൺസെൻറ്റ് ഇല്ലെങ്കിൽ പോലും സ്റ്റേറ്റിന് നേരിട്ട് ഇൻ്റർവ്യൂൻ ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ഹോർമോൺ ബ്ലോക്കേഴ്സ് നൽകാനുള്ള അവകാശമുണ്ടോ സ്റ്റേറ്റിന്? ഹോർമോൺ ബ്ലോക്കേഴ്സ് നൽകുക മാത്രമല്ല, സ്റ്റേറ്റിന് നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് കുട്ടികളെ SRSന്, സെക്സ് റീഅസൈൻമെൻറ്റ് സർജറിക്ക് വിധേയമാക്കാനുള്ള അവകാശമുണ്ടോ എന്നാണ് ചോദ്യം. അതിന് അവരെങ്ങനെയാണ് വളരെ തന്ത്രപൂർവ്വം ആ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയെന്ന് കണ്ടുനോക്കുക. American culture is now normalizing the idea that minors can be given hormones to prevent their biological development of their secondary sexual characteristics. Dr. Levine, you have supported both allowing minors to be given hormone blockers to prevent them from going through puberty, as well as surgical destruction of a minor's genitalia. Like surgical mutilation, hormonal interruption of puberty can permanently alter and prevent secondary sexual characteristics. The American College of Pediatricians reports that 80 to 95% of prepubertal children with gender dysphoria will experience resolution by late adolescence if not exposed to medical intervention and social affirmation. Dr. Levine, do you believe that minors are capable of making such a life-changing decision as changing one's sex? Well, Senator, thank you for your interest in this question. Transgender medicine is a very complex and nuanced field with robust research and standards of care that have been developed. And if I am fortunate enough to be confirmed as the Assistant Secretary of Health, I would look forward to working with you and your office and coming to your office and discussing the particulars of the standards of care for transgender medicine. The specific question was about minors. Let's be a little more specific since you evaded the question. Do you support the government intervening to override the parent's consent to give a child puberty blockers, cross-sex hormones, and/or amputation surgery of breasts and genitalia? You have said that you're willing to accelerate the protocols for street kids. I'm alarmed that poor kids with no parents who are homeless and distraught, you would just go through this and allow that to happen to a minor. I would hope that you would have compassion for Kira Bell, who's a 23-year-old girl who was confused with her identity. At 14, she read on the internet about something about transsexual. She thought, well, maybe that's what I am. She ended up getting these puberty blockers, cross-sex hormones. She had her breasts amputated. But here's what ultimately she says now. And this is a very insightful decision from someone who made a mistake but was led to believe this was a good thing by the medical community. I made a brash decision as a teenager, as a lot of teenagers do, trying to find confidence and happiness, except now the rest of my life will be negatively affected, she said, adding that the medicalized gender transitioning was a very temporary, superficial fix for a very complex identity issue. What I'm alarmed at is that you're not willing to say absolutely minors shouldn't be making decisions to amputate their breast or to amputate their genitalia. For most of our history, we have believed that minors don't have full rights and that parents need to be involved. So I'm alarmed that you won't say with certainty that minors should not have the ability to make the decision to take hormones that will affect them for the rest of their life. Will you make a more firm decision on whether or not minors should be involved in these decisions? Senator, transgender medicine is a very complex and nuanced field, and if confirmed to the position of Assistant Secretary of Health, I would certainly be pleased to come to your office and talk with you and your staff about the standards of care. എന്താണ് വസ്തുത? ക്രോമോസോമൽ വ്യത്യാസങ്ങൾ തന്നെ സ്ത്രീക്കും പുരുഷനും ഇടയിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ടിപ്പിക്കലായി ഫീമെയിൽ എന്നാൽ XXും മെയിൽ എന്നാൽ XYയുമാണ്. എന്നാൽ ചില ആളുകൾ XXY ക്രോമോസോമോടുകൂടി ജനിക്കുന്ന ആളുകളുണ്ടാവും. അത്തരക്കാരെ ക്ലൈൻ ഫിൽട്ടർ സിൻഡ്രോം ബാധിച്ച ആളുകൾ എന്നാണ് പറയുന്നത്. അതിനാണ് ക്ലൈൻ ഫിൽട്ടർ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത്തരം ആളുകളോട് ഇസ്ലാമിന് വ്യക്തമായ നിലപാടുണ്ട്, കാഴ്ചപ്പാടുണ്ട്. അത്തരം ആളുകളെ ഇസ്ലാം അക്നോളജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വേറെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ
ഇത്തരം അനോമലീസ് എടുത്തു വെച്ചുകൊണ്ട് നൗ സെക്സ് ഇസ് എ സ്പെക്ട്രം, സെക്സ് ഒരു സ്പെക്ട്രമാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഉദാഹരണത്തിന് കാലിലെ വിരലുകൾ, 4 വിരലുകൾ, 5 വിരലുകൾ, 7 വിരലുകൾ, വിരലുകൾ 10-ൽ കൂടുതൽ വിരലുകളുമായി ജനിക്കുന്ന ആളുകൾ ഉണ്ടാവാം. അതുകൊണ്ട് മാത്രം കാൽവിരലുകൾ, കൈവിരലുകൾ എല്ലാം ഒരു സ്പെക്ട്രമാണ്, അതിൻ്റെ എല്ലാം എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു സ്പെക്ട്രമാണ്. 5ഉം 4ഉം 6ഉം 10ഉം 15ഉം 20ഉം ഒക്കെ ഉള്ള ഒരു സ്പെക്ട്രമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അനോമലീസിനെ അനോമലീസായി തന്നെ പരിഗണിക്കുക. അബ്നോർമാലിറ്റി എടുത്തു വെച്ചുകൊണ്ട് അതൊരു സ്പെക്ട്രമാണ് എന്ന് പറയാൻ സാധ്യമല്ല. ഞാൻ നിങ്ങളോട് ഒരു 6 വയസ്സായ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ഹൗ വുഡ് യു റെസ്പോണ്ട്? ദാറ്റ്സ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഹൗ വുഡ് യു റിയാക്ട്? നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? സ്റ്റാൻഡിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു, ഞാൻ വാദിക്കുകയാണ്, ഞാൻ ക്ലെയിം ചെയ്യുകയാണ്, ഞാനൊരു 6 വയസ്സുള്ള പെൺകുട്ടിയാണ്. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ദാറ്റ്സ് ക്വസ്റ്റ്യനബിൾ അല്ലേ? യു ഡോണ്ട് ലുക്ക് ലൈക്ക് എ 6-year-old ഗേൾ. എന്നാൽ ലുക്ക് അറ്റ് സ്റ്റെഫോനി ഫോർ എക്സാമ്പിൾ. 46 വയസ്സുള്ള ഇദ്ദേഹം സ്വന്തം ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ചുകൊണ്ട് 6 വയസ്സായ പെൺകുട്ടിയായി ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ജീവിക്കുക എന്ന് മാത്രമല്ല, അത് നോർമലാണ്, അതും ഒരു റിയാലിറ്റിയാണ്, അതൊരു ബയോളജിക്കൽ റിയാലിറ്റിയാണ്, ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള ഫോബിയ ചാപ്പകളും കിട്ടും. ഞാനൊരു ജിറാഫാണെന്ന് പറഞ്ഞാൽ നിങ്ങളോട്, ഞാനൊരു നായ, പൂച്ച, ഞാനൊരു പൂച്ചയായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഹൗ ഡു യു റിയാക്ട്? വുഡ് യു ബിലീവ് മീ? സിൻസിയറായിട്ട് വളരെ ആത്മാർത്ഥമായി നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ ഞാൻ അങ്ങനെ പറഞ്ഞാൽ? ലുക്ക് അറ്റ് അതർകിൻ. എന്താണ് അതർകിൻ? ആൻ ആനിമൽ ട്രാപ്ഡ് ഇൻസൈഡ് എ ഹ്യൂമൻ ബോഡി. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. നോൺ ഹ്യൂമൻ, നോൺ ബൈനറി ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വോൾഫായിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഞാനൊരു ജിറാഫാണ്, ഞാനൊരു നായയാണ്, പൂച്ചയാണ്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഞങ്ങളെ നിങ്ങളും അങ്ങനെ തന്നെ പരിഗണിക്കണം എന്നാണ് പറയുന്നത്. നമുക്കൊരു വോൾഫിനെ കണ്ടു നോക്കാം. അതെ, അവര് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതർകിൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് സ്വന്തമായി ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാനും അതിനു വേണ്ടിയുള്ള മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, അതിനുശേഷം അവർ നോൺ ഹ്യൂമൻ, നോൺ ബൈനറി എന്ന് ഐഡന്റിഫൈ ചെയ്യുക മാത്രമല്ല, അതിനോടൊപ്പം പ്ലാസ്റ്റിക് സർജറികൾ ചെയ്ത് ഒരു പൂച്ചയായി, എങ്ങനെയാണ് ഒരു പൂച്ചയായി മാക്സിമം എങ്ങനെ ഒരു പൂച്ചയായി ഔട്ട്വേർഡ് അപ്പിയറൻസിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാം ആളുകളോട് എന്ന രീതിയിൽ ജീവിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ്. അത് മാത്രമാണോ? അവിടെ വെച്ച് തീരുമോ? അവിടെ വെച്ച് തീരുന്നില്ല. ഹെട്രോനോർമേറ്റിവിറ്റി, അതിൻ്റെ ഒരു കോർ നിലനിൽക്കുന്നത് ഇവിടെയാണ്. ഹെട്രോനോർമേറ്റിവിറ്റി എന്നത് ഒരു അബ്നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണെന്നും ഹെട്രോനോർമേറ്റിവിറ്റി ഔട്ട്ഡേറ്റഡ് ആണെന്നും ഇനി ഒരു ക്യൂർ നോർമേറ്റീവ് ആയിട്ടുള്ളൊരു ഒരു 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 ഭാവിയിലേക്കാണ് സമൂഹത്തെ നമ്മൾ തള്ളിവിടേണ്ടത് എന്ന് വാദിക്കുന്ന ആളുകൾ, അത്തരക്കാരാണ് പറയുന്നുണ്ടോ വൈ ബി ഹ്യൂമൻ വെൻ യു ക്യാൻ ബി അതർകിൻ? എന്തിനാണ് നിങ്ങൾ മനുഷ്യരാകുന്നത്, അതർകിൻ ആകാമല്ലോ എന്നാണ്. നമ്മൾ യഥാർത്ഥത്തിൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് ഈ വിഷയങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? അതെല്ലാം വൈവിധ്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വൈവിധ്യങ്ങൾ, വൈകൃതങ്ങൾ വൈവിധ്യങ്ങളായി ആഘോഷിക്കപ്പെടേണ്ടതാണോ? നേരെ മറിച്ച് ആർജവത്തോടെ എഴുന്നേറ്റ് നിന്ന് ഇത്തരം ഡീവിയൻസുകൾ ഡൈവേഴ്സിറ്റി എന്ന പേരിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുകയാണോ വേണ്ടത്? അങ്ങനെ പറയുക ആണ് വേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ എല്ലാവർക്കും പറയുവാനുള്ള ആർജവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.